ചാനൽ. അപ്പം ഞങ്ങളിന്ന് പുറത്ത് പോകാൻ പോവാണ്. ഒന്ന് ഫുൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അപ്പം അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടൗണിലൊക്കെ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാൻ വെച്ച്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് കാണാം. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഡോറൊക്കെ ലോക്ക് ചെയ്ത്, നോനോ ഡോറൊക്കെ ലോക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ പൂവാട്ടുപറമ്പിലേക്ക് പോയി. അവിടുന്ന് പെരുമണ്ണയ്ക്കുള്ള ബസ് കയറി. പെരുമണ്ണയിൽ നിന്നാണ് ഞങ്ങൾ ലുലുവിലേക്കുള്ള ബസ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ ലുലുവിലേക്ക് പോയി. ലുലു കയറി ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്കാണ് പോയത്. നെസ്റ്റോയിൽ കയറി ഫുഡ് സ്പോട്ട് പോയപ്പോൾ അവിടെ കുറേ ഉപ്പിലിട്ട മാങ്ങ, പിന്നെ അതേപോലെ പേരക്ക, പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് കുറച്ച് അങ്ങോട്ടായിട്ട് വൈനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വൈനൊക്കെ നോക്കി ഞങ്ങൾ അവിടുന്ന് നേരെ ബിൽ പേ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുക ചെയ്തത്. ഹൈ ഗായ്സ്, അപ്പോൾ ഞങ്ങളിതാ ലുലുവിൽ ഇറങ്ങി. അപ്പോൾ ഗൈസ് ഞാനൊരു ബാഗ് വാങ്ങി. സാധനങ്ങളൊക്കെ നമ്മളിട്ടത്. ഞങ്ങളിതാ പുറത്തേക്ക് നടക്കുകയാണ്. ഞങ്ങൾ നെക്സ്റ്റ് SM-ലേക്ക് ഫുഡ് കഴിക്കണം. SM-ലേക്ക് അപ്പോൾ ബാക്കി പിന്നെ കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് നേരെ ടോപ്പ് ഫോമിലേക്കാണ് പോയത്. 1 hour later. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ലാഗാണ്, അതേപോലെ ഭയങ്കര ലാഗാണ്, ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ അവിടെ ടോപ്പ് ഫോമിലാണ് പോകുന്നത്. ന്യൂ ഇയർ ഒക്കെ ആയിരുന്നു, എല്ലാവരും ഇറങ്ങുന്നതിനെ കൊണ്ട് നല്ല തിരക്കുണ്ട്. പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ റിസർവ് ചെയ്തിരുന്നു. നല്ല തിരക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പേര് ഫസ്റ്റ് കൊടുത്തു. അപ്പോൾ അയാളെ കയ്യിൽ നിന്ന് ആ പേപ്പർ കാണാതെ പിന്നെ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ വന്നതിന് ശേഷം അവരെയൊക്കെ വിളിച്ചു. ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറന്നു എന്നുള്ള കാര്യം. പിന്നെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾ വേഗം ഞങ്ങൾക്കുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ ഫുഡിന് വെയിറ്റ് ചെയ്യണം. നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര വെയിറ്റിംഗ്. ഇവിടെ വന്നപ്പോൾ സഹിക്കാനാവുന്നില്ല, വെയിറ്റ് ചെയ്യാൻ എന്തായാലും ഇവിടെ വന്നിട്ട്. A few moments later. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിംഗിന് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത് ബിരിയാണിയും അതേപോലെ ഫ്രൈഡ് റൈസും നൂഡിൽസ് ആയിരുന്നു ഓർഡർ ചെയ്ത്. അതൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് നേരെ ബീച്ചിലേക്കാണ് പോയത്. ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ ഓട്ടോയിൽ പോയതാണ്. നെക്സ്റ്റ് ബീച്ചിലേക്ക് ഞങ്ങളോട് നേരെ ഡയറക്റ്റ് ബീച്ചിലേക്കാണ് പോകുന്നത്. വെയിലാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ന്യൂ ഇയറിൻ്റെ തലേന്ന് അതിനെ കൊണ്ട് ഞങ്ങളെ കൈ നോക്കാൻ ഒരാളൊക്കെ വന്നിരുന്നു. പിന്നെ അതൊക്കെ നോക്കി ഞങ്ങൾ ഞാനും അമ്മയും കുറേ വീഡിയോ ഒക്കെ. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ കഴിക്കുകയാണ്. വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ തന്നെ കൈ നോക്കട്ടെ ചേച്ചി വന്ന്. അമ്മേൻ്റെ കൈ നോക്കിയതിന് വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാ ഷെമേക്കിൻ്റെ കൈ നോക്കാൻ വേണ്ടിയിട്ട് വരെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കി ചിരിച്ചും പതിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ ചെറിയ ചെറിയ പോർഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ഞങ്ങൾ ആ ബീച്ചിലാണ്. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ചിരി കൺട്രോൾ ചെയ്യാൻ വയ്യ, അത്രയ്ക്ക് ചിരിയാണ്. സോ അമ്മ വീഡിയോ എടുക്കാണ് ഷെമേക്കിൻ്റെ കൈ നോക്കുന്നത്. നല്ല രസങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണട്ടോ മസ്റ്റായിട്ട്. മകനെ പോലെ ഒരു മരുമകനൊക്കെ വരാതെ ഇപ്പോഴ കാര്യം പറയാൻ നേരത്തിന് ചെറുതും കേൾക്കൂല, കണ്ണും കാണില്ല. അങ്ങനെ ഒരു കൈനോക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉപ്പിലിട്ടത് കഴിക്കാൻ അവിടുന്ന് ലുലുന്ന് മാങ്ങയൊക്കെ വാങ്ങിയിരുന്നു. 2 ടൈപ്പ് മാങ്ങ വാങ്ങി. പക്ഷേ ഈ ഫസ്റ്റ് കാണിച്ച മാങ്ങ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചപ്പോൾ. 2 ടൈപ്പ്, ഒന്ന് മസാല ഉള്ളതും ഒന്ന് അല്ലാത്തതായിരുന്നു. അപ്പം ഫസ്റ്റ് ഉള്ളതാണ് ടേസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ നൂന് അതിനുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ട് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ലൈക്ക് സൺസെറ്റൊക്കെ കണ്ട് എല്ലാവരും എൻജോയ് ചെയ്ത്. പിന്നെ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാനുള്ള സ്പോട്ടൊക്കെ തപ്പിപ്പോയി. അവിടുന്ന് ഒരു വാനില കേക്കിൻ്റെ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ച് പിന്നെ ഞാൻ തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയിന്ന് ബീച്ചിൽ ലാസ്റ്റായിട്ടൊന്ന് എല്ലാം വീഡിയോ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് അവിടുന്ന് ഓട്ടോയും കിട്ടില്ല. ഞങ്ങൾ ഓട്ടോ കിട്ടുമെന്ന് നോക്കാൻ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന്. പക്ഷേ ഓട്ടോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ടൈം ലേറ്റായി വന്നിട്ട് ഓട്ടോയും ഒന്നുമില്ല. ബ്ലോക്ക് ഇങ്ങനെ കൂടെ ന്യൂ ഇയറിൻ്റെ തലേന്നായതുകൊണ്ട് കൊണ്ട് നൈറ്റ് ആവുന്നതനുസരിച്ച് ബ്ലോക്കൊക്കെ ആയി ഓട്ടോ ഒന്നും എത്തില്ല. പിന്നെ ഞങ്ങൾ നേരെ നടക്കാൻ വിചാരിച്ചു, ഓട്ടോ കിട്ടും വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് സ്ഥലം അറിയാതെ ഞങ്ങൾ കുറ്റിച്ചിറെത്തി. പിന്നെ അവസാനം അവിടെ നിന്ന് ഒരു സർബത്തൊക്കെ കുടിച്ച് അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഓട്ടോ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നത്. ഗൈസ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലെത്തിയിരിക്കുന്ന വലിയ കഥ തന്നെയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ഷീണിച്ചിട്ട് എനിക്ക് ജലദോഷം വരെ പിടിച്ച് എനിക്ക് കണ്ണിന്നൊക്കെ വെള്ളം വരിക.
നമ്മൾ ബസ്സിൽ കയറിയ സമയത്ത് ഭയങ്കര മഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ പോയിട്ടുമ്പോൾ വണ്ടി നിർത്തി വെച്ചിട്ടായിരുന്നു മതി. പിന്നെ വണ്ടി എടുക്കാണെങ്കിൽ പത്തിനും മഞ്ഞായിരുന്നു. പിന്നെ മഞ്ഞൊക്കെ കണ്ടെടുത്ത് ചില സമയത്ത് കണ്ണൊക്കെ വെള്ളം വരുമായിരുന്നു. പനിക്കുന്നുണ്ട്, നല്ല ടയർഡാണ്. ഞങ്ങൾ ഓൾറെഡി 2 ദിവസമായിട്ട് ഞങ്ങൾക്ക് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി കൂടി. പിന്നെ അതാ പോയി വന്നത് വൺ അവസ്ഥയായിരുന്നു. ഞങ്ങൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നത്. ഞങ്ങൾ ബീച്ചിൽ പോകുന്നത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ ലുലുവിൽ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ബീച്ചിലേക്ക് പോയി. ഇതൊക്കെ ഭയങ്കര സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിലും ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ ഞെട്ടും. ബിക്കോസ് അമ്മാതിരി അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പോയപ്പോൾ ഒന്നും കുഴപ്പമില്ല. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോഴും നല്ല തിരക്കായിരുന്നു. പിന്നെ ഫുഡിന് ലാഗായി. പിന്നെ അവിടെ ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിലേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത ബീച്ചിൽ പോയിട്ട് അവിടുന്ന് വേഗം ഇറങ്ങിയല്ല നമ്മൾ കുറച്ച് നാൾ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് SM-ലേക്ക് വിടാം. കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ SM-ൽ പോവുക. പിന്നെ സ്ക്വയറിൽ പോയിട്ട് ലൈറ്റ്, ഇപ്പം ക്രിസ്മസിന് ലൈറ്റും ന്യൂ ഇയറിനൊക്കെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. പിന്നെ ഇപ്പോൾ കോഴിക്കോടിൻ്റെ അവസ്ഥ അറിയാലോ. ഈ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. ബീച്ചിൽ പ്രത്യേകിച്ച് നല്ല ബ്ലോക്ക് ആയിരുന്നു. നമ്മൾ ഓരോരോ ഓട്ടോ ചോദിക്കുമ്പോഴും നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഓരോരോ ഓട്ടോകളല്ലേ ചെയ്യുന്നത്. ആ ടൈമിൽ അവർ പറയുന്നില്ല, അങ്ങോട്ട് പോയില്ല, അവിടെ ബ്ലോക്കാണ്. പിന്നെ ഞങ്ങൾ ഏതൊക്കെയോ വഴിയിലൂടെ നടന്ന് എവിടേക്കോ എത്തി. പിന്നെ ലാസ്റ്റ് എവിടെ എത്തിയപ്പോഴാണ് ഓട്ടോ കിട്ടിയത്? ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഞങ്ങൾ മെല്ലെ നടന്ന്, ഞങ്ങൾ ഓട്ടോ മീൻസ് ബ്ലോക്കാണ്, പോകാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ നടക്കാൻ വിചാരിച്ച് മെല്ലെ നടന്ന് വഴി ഞങ്ങൾ കുറ്റിച്ചിറെത്തിയപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഒരു കടയിൽ കയറി സോഡയൊക്കെ കുടിച്ച് നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു ഓട്ടോ കിട്ടി. അവിടുന്ന് കുറ്റിച്ചിറ വഴി ഞങ്ങൾ വേഗം ഇവിടെ പാളയത്തേക്ക് വന്ന്, പാളയം സ്റ്റാൻഡിലേക്ക് വന്ന്, പാളയത്തു നിന്ന് ഞങ്ങൾക്ക് ബസ് കിട്ടാനാണ് പറഞ്ഞത്. ഞങ്ങൾ ബസ്സൊക്കെ കിട്ടി ഇവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ടയർഡ്. പിന്നെ നടക്കുകയും ചെയ്തു. അതാണ് ഒന്നാമത് പറ്റിയത്. നടക്കുന്നപ്പോൾ തന്നെ നല്ല ക്ഷീണിച്ച്. അത് ഞങ്ങളെ ഇന്നത്തെ ദിവസം അൺഎക്സ്പെക്റ്റഡ്ലി നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ തീരെ എക്സ്പെക്റ്റ് ചെയ്യാതെ പോയത് അതിനെക്കൊണ്ടേ. ബീച്ചിൽ പോയപ്പോഴും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഒരു നല്ല ഡേ ഔട്ട് തന്നെയായിരുന്നു. പിന്നെ അതേപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾ പനിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം വീഡിയോ എന്ത് ചെയ്തിട്ട് ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ 8 മണിയല്ല 9 മണിയായി. 8:15 9 മണി. അപ്പം ഞങ്ങളിതാ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ഞങ്ങൾ വന്ന പാട് ഇങ്ങനെ വീഡിയോ ലാസ്റ്റ് പാർട്ട് എടുക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. ഫ്രഷായിട്ട് അപ്പം തന്നെ ഞങ്ങൾ പോയി കിടക്കും. പിന്നെ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ ഞങ്ങൾ ലുലുവിൽ പോയപ്പോൾ, ലുലുവിൽ മെയിനായിട്ട് പോയത് ലുലുവിന് ബാഗ് വാങ്ങാൻ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. ബാഗൊക്കെ വാങ്ങുന്നത് ഞാൻ ഷോർട്ട് കാണിച്ചു തരാം. ഞാൻ ബാഗ് ഇതിൽ കാണിച്ചു തരാം. ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ബാഗ് മെൻസ്ട്രുവൽ ബോക്സ് ഇത് മാത്രം വാങ്ങാൻ ഞങ്ങൾ പോയത്. എനിക്ക് അവിടെ തന്നെ വാങ്ങണം നിർബന്ധം. ഓക്ക് ഓൾറെഡി സാധനം ഉണ്ട് ഓളെ കയ്യിൽ. ഓക്ക് അവിടെ പോയിട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് ഉണ്ട്. അപ്പോൾ ഓക്ക് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി തിരിച്ചെത്തി. അപ്പം അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അപ്പം അച്ഛനെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ നല്ല ടയർഡാണ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ബൈ.